ഹായ് ഗേസ്, ഞാനിപ്പോൾ തിരുനവായിലാണ് കേട്ടോ. തിരുനവായിൽ ഇവിടെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയത് 2026 ജനുവരി 18 തീയതിയാണ് തുടങ്ങിയത്. സമാപനം ഫെബ്രുവരി 3 തീയതിയാണ്. ഇന്നാണ് ഇവിടെ രഥം വരുന്നത് കേട്ടോ. 22 തീയതി വൈകിട്ടാണ് ഇവിടെ രഥം വന്നു ചേരുന്നത് കേട്ടോ. പാലക്കാട് നിന്ന് പുറപ്പെട്ട രഥം ഇവിടെ വരുന്നത് 22 തീയതി വൈകിട്ടാണ് കേട്ടോ. ഇവിടെ ആരതി ഒഴിച്ചിൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ. അത് കാണാനാണ് ഇപ്പോൾ ഏറെക്കുറെ ഭക്തജനങ്ങൾ വന്നത്. കുംഭമേള തുടങ്ങിയ 18 തീയതി തൊട്ടിട്ട് 3 തീയതി വരെ ആരതി ഒഴിച്ചിലിട്ടോ. അത് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ്. 6 മണി തൊട്ടിട്ട് 8 മണി വരെയാണ് പരിപാടി കേട്ടോ. അപ്പൊ നമുക്കത് കാണാം. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തര് ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഭക്തജനത്തിരക്ക് ഇവിടെ കൂടുതലായിട്ടാണ് വരുന്നത്. ഓരോ ദിവസം കഴിയുന്നോറും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഭക്തര് ഇവിടെ കുംഭമേള കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ശരി പോകാം വീഡിയോയിലോട്ട്. ഇത്രയും നേരം കാത്തിരുന്ന രഥം ക്ഷേത്രാങ്കണത്തിലേക്ക് നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലക്കാട്, കൽപ്പാത്തി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ രഥം അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള മണ്ഡപത്തിൽ സ്ഥാപിച്ചു. ഇനി നമ്മളിപ്പോൾ അപ്പുറത്തോട്ട് പോവുകയാണ്. അവിടെയാണ് ആരതി ചടങ്ങ് നടക്കുന്നത് കേട്ടോ. ആരതി ചടങ്ങ് നടത്തുന്നിടത്തേക്ക് എത്താൻ ഒരു മരപ്പാലം ഇട്ടാ അവിടെ വെയിറ്റ് ചെയ്യണേ. 300 പേർക്ക് കയറാൻ പറ്റുള്ളൂ. പാലത്തിൻ്റെ അവിടെ രക്ഷാപ്രവർത്തകരും നിയമപാലകരും കർശനമായി പരിശോധന നടത്തിയിട്ടാണ് ഇവിടെ കയറ്റി വിടുന്നുള്ളൂ കേട്ടോ. 300 പേരിലധികം പാലത്തിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പം അത് കാരണം കുറച്ച് ആൾക്കാരെയാണ് കയറ്റി വിടുന്നുള്ളൂ. തള്ളിക്കയറിയിട്ട് പോകാൻ പറ്റില്ല.
അതിവിശിഷ്ടമാണ് മാഘമാസം. ഈ മാഘകാലത്ത് ദേശത്തിനും സമാജത്തിനും ഋതുക്കളുടെയും ശ്രീചക്ര രഥയാത്രയാണ് ശ്രീ നവാമുകുന്ദൻ്റെ പരിപാവനമായ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രീനാഥ് കാരയാർ നയിച്ച അതിവിശേഷമായി ഇതിനെ അനുഗമിച്ചുകൊണ്ട് കേരളത്തിലെ ചതുരാംബിക ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ദീപശിഖയും ഉണ്ടായിരിക്കുന്നതാണ്. നാളെ മുതൽ എല്ലാ ഭക്തജനങ്ങൾക്കും
നമുക്ക് ആരതി ഒരു ചടങ്ങ് കാണാൻ പറ്റിയിട്ടോ അതൊരു മഹാഭാഗ്യമായി കരുതുന്നു. ഇത്രയുള്ള വീഡിയോ കേട്ടോ, നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം. ബൈ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടേക്ക് കച്ചവടക്കാരൊന്നും അത്ര പെട്ടെന്ന് ഓടി വരണ്ട. കാരണം എന്താ വെച്ചാൽ ഇവിടെ പൊറോട്ടയും ബീഫും അതേപോലെ തന്നെ ബിരിയാണിയും നെയ്ച്ചോറൊന്നും ഇവിടെ അങ്ങനെ പോണ സ്ഥലമല്ല, അതൊന്നും ഇവിടെ വിറ്റ് പോണ സ്ഥലമല്ല. അതുപോലെ തന്നെ കുലുക്കി സർവത്ത്, ചരണ്ടി ഐസ്, അങ്ങനത്തെ കച്ചവടക്കാരൊന്നും ഈ വീഡിയോ കണ്ടിട്ട് ഓടിപ്പിടിച്ച് വരേണ്ട കച്ചവടത്തിന്.